ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. കാരണം എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഇന്ന് നമുക്ക് അമ്മുവിൻ്റെ 2 ഫ്രണ്ട്സ് വീട്ടിൽ വരുന്നുണ്ട്. അവർ വരുന്നതിന് ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ വീഡിയോ എനിക്ക് സ്പെഷ്യലാണെന്ന് പറഞ്ഞത്. കംപ്ലീറ്റ്ലി അവർ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 2 പേരും വരുന്നത്. സോ നമ്മുടെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിന്നാണ് അവർ പോകുന്നുള്ളൂ. കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം. അപ്പോൾ രാവിലെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 11 മണിക്കൊക്കെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്തിയതൊരു 12 മണിയൊക്കെ ആയപ്പോഴേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്നാണ് അവരുടെ ലഞ്ചും കാര്യങ്ങളും. ഇതാണ് നമ്മളുടെ ഗസ്റ്റുകൾ, റിന്ന ആൻഡ് ആരുഷി. അപ്പോൾ നമ്മുടെ മൂട്ട കണ്ട അവരൊപ്പം ചേർന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ഞാൻ ഗ്രേപ്പ് ജ്യൂസൊക്കെ കൊടുത്തു. അപ്പോൾ അവർ എന്താ പറയുക, കുഞ്ഞിന് എന്താ പറയുക, റിന്നേനെയും ആരുഷീനെയൊക്കെ നന്നായിട്ട് അറിയാം. കാരണം അമ്മ എപ്പോഴും പറയുന്നത് കാരണം നന്നായിട്ട് അറിയാം. ഒരു പരിചയക്കുറവൊന്നുമില്ല. വന്നപ്പോൾ തന്നെ 2 ആളിനായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ആൾ. അവരല്ലെങ്കിലും ഒരുവിധമൊക്കെ എല്ലാവരുടെ അടുത്തും നല്ല ക്ലോസ് ആണ്. അത്രയും പരിചയമില്ലാത്ത ആളാണെങ്കിൽ മാത്രമാണ് പോവാതിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അവർ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ കുടിച്ച കാരണം തന്നെ ലഞ്ച് കുറച്ച് ലേറ്റായിട്ട് മതി പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിന്ന് പോകാമെന്നാണ് കരുതിയത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ക്ലാസ് ടീച്ചർ, അതായത് 4 കൊല്ലമായിട്ട് മിനി മാം ആയിരുന്നു. അപ്പോൾ ആ മാം ഈ വർഷം മാറിയിരിക്കുകയാണ്. അപ്പോൾ പുതിയ മാമാണ്. അപ്പോൾ ഇവർക്ക് മിനി മാമിന് ഒരു സെൻഡ് ഓഫ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, മിനി മാമിനെ സർപ്രൈസ് ആയിട്ട് മാമിനെ വിസിറ്റ് ചെയ്യണം. അവരൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്, അത് കൊടുക്കണം എന്നുള്ളതാണ്. ഇവൻ ആ ഗിഫ്റ്റ് വാങ്ങുമ്പോൾ പോലും അവരാലോചിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഗിഫ്റ്റ് ജസ്റ്റ് ഒരു ഗിഫ്റ്റ് മാത്രമാവരുത്. മാം അത് കാണുമ്പോൾ, അതായത് മാം എപ്പോഴും കാണുന്ന ഒന്നായിരിക്കണം. അപ്പം എന്താ പറയുക, എപ്പോഴും മാമിൻ്റെ ഓർമ്മയിൽ അത് നിൽക്കണം എന്നുള്ള ചിന്തയിലാണ് അവരൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുള്ളത്. നല്ല ഗിഫ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, കൃഷ്ണൻ്റെയും രാധയുടെയും കൂടിയിട്ടുള്ള ഒരു ബ്രാസിൻ്റെ ഒരു ഗിഫ്റ്റായിരുന്നു. കാണാനും രസമുണ്ട്. അപ്പോൾ ഇത് ആണ് അവരുടെ പ്ലാൻ. അപ്പോൾ മിസ്സിൻ്റെ അടുത്ത് യാതൊരു കാരണവശാലും വരുന്ന കാര്യം പറയരുത്. അപ്പോൾ ഇതൊന്നും മാം ഒരു കാരണവശാലും അറിയരുതെന്ന് വിചാരിച്ചാൽ അവർ അത്രയും പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. മാം അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. മാമിൻ്റെ എന്താ പറയുക, മാം എവിടെ ഉണ്ടാവുക, എപ്പോഴുണ്ടാവുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ പോയിട്ട് നമുക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉണ്ണീനെ ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോകാൻ വേണ്ടി നിന്നത്. കാരണം അവനായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കലും അതൊന്നും ശരിക്കും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഉണ്ണീനെ ഇവിടെ ആക്കിയിട്ട് ഞാനും അമ്മും റിന്നയും ആരുഷിയും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു 3 മണിയായപ്പോഴാണ് പോകുന്നത്. മാമിൻ്റെ വീട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇതാണ് മാമിൻ്റെ വീട്. കേൾക്കോ പറഞ്ഞേ, എല്ലാം കേൾക്കോ. ഇല്ല, ഇവിടെ മിനി ടീച്ചർ ഇല്ലേ? അതെ, ഏതാ വീട് പറയണ്ടാന്ന്, സർപ്രൈസ് അവിടെ ഉണ്ടാവില്ലേ? ആ വീട് അറിയില്ല. ഈ 2 വീട് അതെ. മാമിൻ്റെ വീട് പണി നടക്കുന്ന കാരണം മാം അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ മാം അവിടെ എത്തി. ശരിക്കും പറഞ്ഞാൽ മാം നല്ല സർപ്രൈസ്ഡായി കേട്ടോ. എന്താ പറയുക, മക്കൾ വരുമെന്നും പ്രതീക്ഷിച്ചില്ല. എന്താ പറയുക, ഇങ്ങനെ ഒരു മൊമെൻ്റ് മിസ്സ് തീരെ പ്രതീക്ഷിച്ചില്ല. മിസ്സിന് ഗിഫ്റ്റൊക്കെ കൊടുത്ത് മിസ് ഇവരെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മിസ് അപ്പം തന്നെ പറഞ്ഞിട്ട്, എന്തിനാണ് നിങ്ങൾ ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്, നിങ്ങളെ കണ്ട തന്നെ ഏറ്റവും വലിയ സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഒരു ഇമോഷണൽ മൊമെൻ്റ് തന്നെ ആയിരുന്നു. കുട്ടികൾക്കായാലും മാമിനായാലും നല്ല സങ്കടമൊക്കെ വന്നു കേട്ടോ. അത് എനിക്ക് തോന്നുന്നു കണ്ടു എനിക്ക് വരെ സങ്കടം വന്നു. ഒരു എന്താ പറയുക, മിസ്സിൻ്റെ ഒരു സ്നേഹം ഇതൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ മക്കളെന്തായാലും അവർക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ഗിഫ്റ്റ് കൊടുത്ത് അവരെ എന്നും ഓർത്ത് വെക്കണം എന്നാണ് അവർ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മാമിന് ഒരു ചെറിയ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്ത ആ ഒരു കാര്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. കാരണം അവർ ആ ഒരു പ്രായത്തിൽ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുക, ആ ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ പോലും അവരാലോചിച്ചു അതെങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളത്. വെറുതെ ഒരു എന്താ പറയുക,
പൊടി പിടിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ യൂസ് ഇല്ലാത്ത എന്താ പറയുക കാണാത്തൊരു സാധനം ആവരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരൊരു ഗിഫ്റ്റ് സെലക്ട് ചെയ്തു. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ എന്തായാലും മാമും ഹാപ്പിയായി, മക്കളും ഹാപ്പിയായി. കുറച്ച് നേരം ഇന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ നേരെ അവർ മാമ് സർപ്രൈസ് ആയതിനെ പറ്റിയിട്ട് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവർ അത്രയും മാമിനെ വിളിച്ച് പറയാതെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്കും ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, ശരിക്കും എനിക്ക് അവർ ചെയ്ത ഒരു കാര്യത്തിൽ എനിക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. എന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. രണ്ടുപേരുടെയും വീട്ടിലോട്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമയം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാളെ വീട് അടുത്ത് തന്നെയാണ്, ഒരാളുടെ വീട് കുറച്ചും കൂടി അടുത്ത് തന്നെയാണ്. അങ്ങനെയാണ്. അപ്പോൾ നമ്മളറിയോ എനിക്കുണ്ടാകുന്ന നമ്മുടെ ലൈഫുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.